ചുക്രമുടി കയ്യേറ്റത്തിൽ നടപടിയുമായി റവന്യൂ വകുപ്പ് 4 പട്ടയങ്ങൾ റദ്ദാക്കി. 13.79 ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ചു. അനധികൃതമായി ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കാനും റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകി. 24 ബിഗ് ബ്രേക്കിംഗ്. വിശദാംശങ്ങൾ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് നൽകും. രാഹുൽ, ഏറെ വൈകിയാണ് ഇതിലൊരു നടപടി ഉണ്ടാകുന്നത്. തുടർച്ചയായി ഈ വിഷയത്തിൽ കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ റവന്യൂ വകുപ്പിൽ അട്ടിമറി നടക്കുന്നു, റിപ്പോർട്ടുകൾ മുക്കുന്നു, അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഒടുവിൽ ഇപ്പോൾ റവന്യൂ മന്ത്രി നേരിട്ട് നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ക്രിമിനൽ കേസ് അടക്കം, ഇപ്പോൾ ഈ ഭൂമി കയ്യേറിയവർക്കെതിരെ കർശന വകുപ്പുകൾ ചുമത്തി ക്രിമിനൽ കേസ് എടുക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ? വിജയകുമാർ, ചക്രമുടിയിൽ ഒടുവിൽ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 27/1 സർവേ നമ്പറിൽ പെടുത്തിക്കൊണ്ട് മണിവേൽ, ഗുരുസ്വാമി, കറുപ്പസ്വാമി, ജ്ഞാനദാസ് എന്നിവരുടെ പേരിലാണ് ഈ പട്ടയങ്ങൾ ചക്രമുടിയിലെ കയ്യേറ്റത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തത്. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ പട്ടയങ്ങൾ യഥാർത്ഥത്തിൽ നൽകിയതാണ്. അതായത് 64 ചട്ടപ്രകാരം ഈ 4 പേർക്കും പട്ടയം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന സ്ഥലം ഈ ചക്രമുടിയിലായിരുന്നില്ല. കാലങ്ങളായി ഈ കരമടയ്ക്കാതെ വന്നതോടുകൂടി സ്ഥലങ്ങളെല്ലാം അന്യാധീനപ്പെട്ടു പോയിരുന്നു. നമ്പർ 1, നമ്പർ 2 റെക്കോർഡുകൾ ഇല്ല എങ്കിൽ പോലും നമ്പർ 1, നമ്പർ 2 റെക്കോർഡുകളുണ്ട്. പക്ഷെ നമ്പർ 3 റെക്കോർഡ് പ്രകാരം ഈ സ്ഥലങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെ മറവിലാണ് നിലവിൽ ഈ സ്ഥലം കൈവശപ്പെടുത്തിയിരിക്കുന്ന മൈജോ ജോസഫ് ഈ ചക്രമുടിയിൽ വ്യാപകമായിട്ട് കയ്യേറ്റം നടത്തിയിരിക്കുന്നതെന്ന് ഈ റിപ്പോർട്ടിലും അതുപോലെ തന്നെ ഈ ഉത്തരവിലും പറയുന്നുണ്ട്. നിലവിൽ ഈ പട്ടയം ഉണ്ടായിരുന്ന 4 പേരും ജീവനോടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാകില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഈ മൈജോ ജോസഫിനെതിരെയും അതുപോലെ തന്നെ ഈ കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഈ സർക്കാർ പാറപ്പുറമ്പോക്കിൽ കയ്യേറുന്നതിന് വേണ്ടി മറ്റൊരു സ്ഥലത്തെ സർവേ നമ്പർ ഉപയോഗിക്കാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ മൈജോ ജോസഫിനെതിരെയും ക്രിമിനൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യഘട്ടത്തിൽ തഹസിൽദാർ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ, സർവേയർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള തുടർ നടപടി എന്തായിരിക്കും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചക്രമുടിയിൽ വ്യാപകമായിട്ടാണ് കയ്യേറ്റം നടത്തിയത്. വലിയ തടയണ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ നീലക്കുറിഞ്ഞി ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇതെല്ലാം നമ്മൾ വാർത്ത നൽകുകയും ചെയ്തതാണ്. ഇതിന് പിന്നാലെയാണ് ഏറെ വൈകിയെങ്കിലും ഒരു നടപടി റവന്യൂ മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ ഇപ്പോൾ എന്തായാലും നടന്നിരിക്കുന്നത്. സംഭവിച്ചിരിക്കുന്നത് ഇതാണ്. 4 പട്ടയങ്ങൾ റദ്ദാക്കി. 13.79 ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ചു. അനധികൃതമായി ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കാൻ ഇപ്പോൾ റവന്യൂ മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏറെ വൈകിയാണ് ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ആക്ഷേപവും ഉണ്ട്. എന്തായാലും വൈകിയാണെങ്കിലും കർശന നടപടിയിലേക്ക് റവന്യൂ വകുപ്പ് പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.